എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച മാർക്കറ്റ് ആണെങ്കിൽ ഹൈ ഓപ്പണിംഗ് വന്ന് പിന്നെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് നടത്തിയിട്ടുള്ള വലിയ അപ്പ് മൂവ്മെൻറ്റോ അതിനുശേഷം നല്ല ഡൗണോ ഒന്നും തന്നില്ല. ആ മൂവ്മെൻറ്റ് ഓപ്പണിംഗ് റേഞ്ചിലത്തെ ഒരു മൂവ്മെൻറ്റിൽ തന്നെ കിടന്ന് ട്രേഡ് എടുക്കുമായിരുന്നു. അപ്പോൾ വലിയ ഒരു ഓൾ ടൈം ഹൈക്കല്ലാണ്, പക്ഷേങ്കിൽ മൂവ്മെൻറ്റ് അതിന് ശേഷം നടത്തിയിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഓപ്പണിംഗ് ഹൈ ആയിരുന്നു, അതും ഏകദേശം സെയിം മൂവ്മെൻറ്റ് വന്നിട്ട് ഓപ്പണിംഗ് ഒരു റേഞ്ച് വന്നതിന് ശേഷം ആ റേഞ്ചിൽ തന്നെയുള്ള ട്രേഡിംഗ് ആയിരുന്നു കൂടുതലും. അപ്പോൾ മാർക്കറ്റിൽ വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് നിഫ്റ്റി ഇപ്പോൾ 25,235 റേഞ്ചാണ്. 25,320, 350 റേഞ്ചിലെങ്ങാണ് ഓപ്പൺ ആയാൽ മാർക്കറ്റിൽ നല്ലൊരു സെല്ലിങ് ചിലപ്പോൾ വരാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നോക്കുക, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, അത് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമ്മൾ ട്രേഡിങ്ങിന് എടുത്തിരുന്ന ഷെയറുകളായിരുന്നു നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്, ഒരു 14 ഷെയർ. പക്ഷേ ഇതിനകത്ത് നമുക്ക് അധികം ഷെയറുകളൊന്നും നല്ലൊരു മൂവ്മെൻറ്റ് തന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി നോർമൽ ഒരു മൂവ്മെൻറ്റ് തന്നില്ല. നമുക്ക് 3-4 ഷെയർ തന്നു. ഈ ഗോഡ്ഫ്രേ ഫിലിപ്പ് ഈ 6,247 മുകളിൽ ട്രേഡ് ആയതിനു ശേഷം ഇതിന് താഴെ ഇറങ്ങിയപ്പോൾ നമുക്കൊരു 200 രൂപയുടെ താഴോട്ടൊരു മൂവ്മെൻറ്റ് വന്നിരുന്നത് ഞാൻ കാണിച്ചു തരാം. ഗോഡ്ഫ്രേ ഫിലിപ്പ് ആവറേജിന് മുകളിൽ ഓപ്പണായി, ഇത് കണ്ടില്ലേ, 6,247 ആയിരുന്നു ആ ആവറേജ്. ഓപ്പണിങ്ങിൽ അത് 6,340 സംതിങ് എങ്ങാണ്ട് വരെ പോയി. അതിനുശേഷം 6,247 നമ്മൾ എൻട്രി എടുത്താലും നമുക്ക് 6,019, അതായത് 220-230 രൂപ താഴെ പോയി. പിന്നെ അതിനുശേഷം വൺ സൈഡ് അപ്പ് ട്രെൻഡിൽ പോയി. പ്രീവിയസ് ഡേ ഹൈയും R1 അടുത്ത് വന്ന് ട്രേഡ് ആയതിനു ശേഷം കുറച്ച് സെല്ലിങ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ വലിയ ഷെയർ ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ടൈമിലൊന്നും വലിയ ഷെയർ അല്ല, ഏത് ഷെയർ ആണെങ്കിലും ക്ലോസിംഗ് ടൈമിലൂടെ വരുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കുന്നത് റിസ്ക് ആണ്. നമുക്ക് കഴിഞ്ഞ ദിവസം നല്ല ചാൻസ് ആയിരുന്ന ഒരു ഷെയർ ആയിരുന്നു സൈബർ ടെക് എന്ന് പറയുന്ന ഒരു ഷെയർ. സൈബർ ടെക് ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു. പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, അതിനുശേഷം R2 അടിച്ചതിന് ശേഷം ഇവിടെ ഇറങ്ങി. R2 നമ്മളിവിടെ നോക്കിയാൽ R2 മുകളിൽ പോയി ഇവിടെ ഒരു എൻട്രി 260 എടുത്താൽ നമുക്ക് 255, 5 രൂപ പ്രോഫിറ്റ് എടുത്തിരുന്നുണ്ട്. പിന്നെ പക്ഷേ തിരിച്ച് വീണ്ടും പോയി ഹൈ അടിച്ചിട്ട് തിരിച്ച് രണ്ടാമത് ഇറങ്ങി. രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ചിട്ട് പഴയ ലെവലിൽ താഴോട്ടാണ് വരുന്നതെങ്കിൽ നമുക്കവിടെ നല്ല ക്വാണ്ടിറ്റിയിൽ എൻട്രി എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഇതിൽ ക്വാണ്ടിറ്റി എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. എൻ്റെ ഗ്രൂപ്പിലുള്ളവരെല്ലാം കണ്ടതാണത്. ഇവിടെ 260 എടുത്തു, അത് പിന്നെ 249 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നല്ല മൂവ്മെൻറ്റ് അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം KECക്കകത്ത് ആവറേജ് 927, അത് 929 വന്നിട്ട് ഇറങ്ങി, നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. KEC ഓപ്പണിങ്ങിൽ അത് 900 അല്ല, ഇല്ല, അത് വന്നിട്ടില്ലായിരുന്നു. അത് തലേ ദിവസം കണ്ടാണ് വന്നിട്ട്, ആ ഷെയർ അല്ല. അപ്പോൾ വേറെ നമ്മൾ ഈ ആവറേജ് റേറ്റ് വെച്ച് നോക്കുമായിരുന്നെങ്കിൽ നല്ല ചാൻസ് ഒത്തിരി ഷെയറിനകത്തുണ്ടായിരുന്നു. പിന്നെ GK വയറിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. GK വയർ ഓപ്പണിങ്ങിൽ R1 മുകളിൽ പോയി ഇറങ്ങി. ഇവിടെ 127-28 റേഞ്ചിൽ ഇച്ചിരി ഗ്രാഫ് വലുതായിട്ട് കാണിക്കുമ്പോൾ കാണാം. ഇത് ഇവിടം വരെ ഹൈ അടിച്ചു, അതിനുശേഷം ഇവിടെ ഇറങ്ങി 127-90 റേഞ്ച് ഇറങ്ങിയിട്ട് 122 വരെ വന്നു, അതായത് ഏകദേശം 6 രൂപ. വീണ്ടും തിരിച്ചത് ഹൈ R1 അടിച്ചു, പക്ഷേ ഹൈ അടിച്ചില്ല. നമുക്ക് വീണ്ടും 127-90 ആ ചാൻസ് തന്നു. അവിടുന്ന് പിന്നെ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. 122 2 പ്രാവശ്യം നല്ല ചാൻസ് ഇതിനകത്ത് തന്നു.
ഓപ്പണിംഗ് പെട്ടെന്ന് നല്ലൊരു ചാൻസ് വന്നു. അതിനുശേഷം വീണ്ടും പോയിട്ട് വീണ്ടും തിരിച്ചു. പക്ഷെ ഹൈ അടിച്ചില്ല. നമ്മൾ ഹൈ സ്റ്റോപ്പ് ലോസ് ഇട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്ന ഈ രീതി ഷോർട്ട് സെല്ലിംഗ് ആണ്. അതിപ്പോൾ ഞാനിപ്പോഴും പറയാറുള്ള പോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ വീഡിയോ ഉണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അത് വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാവൂ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ. നമ്മൾ ഏതൊരു സ്ട്രാറ്റജി പഠിച്ചാലും നമുക്കത് മനസ്സിലായതിനു ശേഷമേ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാവൂ. അപ്പോൾ ഡിസ്ക്രിപ്ഷനുള്ള വീഡിയോ നോക്കി കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഡൗട്ടൊക്കെ എന്തായാലും ഉണ്ടെങ്കിൽ അതിൽ വീഡിയോയുടെ താഴെ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നാൽ അതിലും കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നാളെ, അതായത് തിങ്കളാഴ്ചത്തേന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷെയറുകൾ നോക്കാം. 16 ഷെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. 16 ഷെയറിനകത്ത് നമുക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള 3-4 ഷെയറുകളുണ്ട്. എല്ലാത്തിനകത്തും ചാൻസ് കിട്ടും, പക്ഷെ നല്ല ചാൻസിന് സാധ്യതയുള്ള ഒരു 3-4 ഷെയർ ഉണ്ട്. അത് നമുക്ക് നോക്കാം. അതായത് ഈ യൂനോമിൻഡ എന്ന് പറയുന്ന ഷെയർ, ഇപ്പം ഇതിൻ്റെ R1 കണ്ടില്ലേ, 1200. ഓപ്പണിംഗ് ടൈമിൽ ഇത് ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ 1200 മുകളിൽ പോയതിന് ശേഷം തിരിച്ച് ഇതിന് താഴോട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ നല്ലൊരു ഡൗൺ ട്രെൻഡ് കിട്ടാം. നല്ല ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഒരു 20, 25, 30 രൂപ, അതിക്കുള്ളൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ അതിൻ്റെ ഓരോ ലെവലിൻ്റെ അനുസരിച്ച് നമുക്ക് മാറ്റാൻ നോക്കാൻ പറ്റും. വീക്ക്നെസ് മൂവ്മെൻറ്റ് കണ്ടാൽ പിന്നെ വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ 20-25 രൂപ നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അടുത്തത് GLS എന്ന് പറയുന്ന ഷെയർ. GLS എന്ന് പറയുന്ന ഷെയർ നോക്കുക, ഇവിടെ നോക്കി, ഈ ഹൈ 1095, R1 1090. അപ്പോൾ 1100 മുകളിൽ പോയിട്ട് ഈ 2 ലെവലിനും താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും ഇതിനകത്ത്. പ്രാജ് ഇൻഡസ്ട്രീസിനകത്ത് ആവറേജിന് നല്ല താഴെയാണ്. അപ്പോൾ ഈ ഷെയർ ആവറേജിന് മുകളിൽ ട്രേഡ് ആയതിനു ശേഷം ആവറേജിന് താഴെ ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ ഇപ്പോൾ ഇവിടെ 780, അതിൻ്റെ CPRൻ്റെ ഹയർ ലെവൽ 782. ഇതിന് മുകളിലോട്ടോ അതല്ല എങ്കിൽ R1, ഈ R1 ഒക്കെ വന്നിട്ട് ഓപ്പണിംഗ് പെട്ടെന്ന് R1 മൂവ്മെൻറ്റ് കിട്ടി R1 പ്രീവിയസ് ഡേ ഹൈ മൂവ്മെൻറ്റ് കിട്ടി ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യുക. നല്ല വോളിയുള്ള ഷെയർ ആയതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും, കറക്റ്റ് എൻട്രി കിട്ടിയാൽ. അടുത്തത് GSP അല്ലേ. GSPയിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്ന വരും ദിവസങ്ങളിൽ ഈ ഷെയർ GSPയിൽ വന്നിട്ട് 500 റേഞ്ചിലോട്ട് പോകാനൊരു ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഉണ്ടായിരിക്കത്തില്ല, ഒരാഴ്ച കൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും നമ്മൾ നോക്കേണ്ടത് ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതല്ലെങ്കിൽ R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. റാഡിക്കോ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഓപ്പണിങ്ങിൽ ചിലപ്പോൾ 2000-ന് മുകളിൽ ഈ R1 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരു പ്രാവശ്യം ചാൻസ് എടുക്കുന്നതിന് കുഴപ്പമില്ല. അതെ, ഈ R1ൽ നിന്ന് ഈ പ്രീവിയസ് ഡേ ഹൈയുടെയും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചാൻസ് താഴോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. JSL ഈ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ടതല്ല. ഇവിടെ വേണമെങ്കിലും എടുക്കാം, പക്ഷെ അധികം വെയിറ്റ് ചെയ്യരുത്. ത്രിവേണി എനിക്ക് തോന്നുന്നു ഈ R2ന് മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. ഓപ്പണിങ്ങിൽ R2ന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും. സൈബർ ടെക് വന്നിട്ട് എനിക്ക് തോന്നുന്നു ASMലിൽ പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും നോക്കുക, നമുക്ക് ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ട് ചാൻസ് എടുക്കുക. അതല്ല എങ്കിൽ R1 പോയിട്ടാണ് എടുക്കണമെങ്കിൽ അവിടെ എടുക്കാം. പ്ലാസ്റ്റിക് ബ്ലെൻഡ് ഇത് സൂക്ഷിച്ച് ചെയ്യുക. ഇത് 359. R1 R2 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ADSLും അതുപോലെ R2 റേഞ്ചിൽ നിന്ന് ഓപ്പണിങ്ങിൽ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് R2 റേഞ്ച് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. പേടിഎമ്മും നോക്കി ചെയ്യുക. R1 അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ റേഞ്ചിൽ നിന്ന് ഒരു പ്രാവശ്യം ചാൻസ് തരാൻ സാധ്യതയുണ്ട്. ഓറിയൻറ്റ് ഹോട്ടല് R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അരിഹന്ത് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് വന്ന 100 അടിച്ചാൽ നല്ലൊരു ചാൻസ് താഴോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സുന്ദരം ഹോൾഡിങ്ങും അതുപോലെ തന്നെ, അത് ഞാൻ ഷോർട്ട് ടൈമിന് കൊടുത്തിരുന്ന കോളാണ് 176 ഒരു 6 മാസമായി കാണിപ്പോൾ.
അത് ഡബിളിൽ കൂടുതലായിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ഒരു ഇറക്കം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, നല്ലതായിട്ട് കയറിയ ഷെയർ ഉണ്ട്. അല്ലെങ്കിൽ R1 വന്ന് ഇറങ്ങുവാണെങ്കിൽ അത് നോക്കാം. ഗ്ലോബൽ സ്പിരിറ്റ് 1100 മുകളിൽ പോയിട്ട് 1100 താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ലെവലൊന്നും കിട്ടിയില്ലെങ്കിലും ആ സമയത്തെ ഹൈ വെച്ചിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. അതല്ലേ പിന്നെ ഹെവി മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ R1 റേഞ്ച്, അതായത് ഈ 1124 ആ റേഞ്ച് പോയിട്ട് വരുവാണെങ്കിൽ ഓക്കെ. അതല്ല എങ്കിൽ ഇപ്പം 1098 1100 പോയിട്ട് 1080 താഴെ ട്രേഡാൻ തുടങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. അപ്പം സൂക്ഷിച്ച് ചെയ്യുക. നമുക്ക് എന്തായാലും ഇത്രയും 16 ഷെയർ എടുത്തിട്ടുണ്ട്, ഒരു 7 ഷെയറിനകത്തെങ്കിലും നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഹ്യൂബെക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഷെയർ എനിക്ക് തോന്നുന്നു ഈ പ്രീവിയസ് ഡേ ഹൈ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടും ഓപ്പണിങ്ങിൽ. അത് കഴിഞ്ഞ് പിന്നെ മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ R1 R2 റേഞ്ച് എവിടെയാണോ പോയിട്ട് ഇറങ്ങുന്നത് ആ സമയത്ത് നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നോക്കി ചെയ്യുക. നാളെ എല്ലാവർക്കും നല്ല പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.